സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ആന്ധ്രാപ്രദേശിനെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്ന് ഭുവനേശ്വർ കുമാർ നയിക്കുന്ന ഉത്തർപ്രദേശ്. ആന്ധ്ര ഉയർത്തിയ 157 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 6 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ UP എത്തുകയായിരുന്നു. ക്വാർട്ടറിൽ ഡൽഹിയാണ് ഉത്തർപ്രദേശിന്റെ എതിരാളികൾ. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ആന്ധ്രാപ്രദേശ് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 156 റൺസ് എടുത്തത്. 22 പന്തിൽ 34 റൺസ് എടുത്ത SDNB പ്രസാദാണ് ആന്ധ്രാപ്രദേശിന്റെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ റിക്കി ഭൂയി, KV ശശികാന്ത് എന്നിവരും ബാറ്റിംഗിൽ തിളങ്ങി. UPക്ക് വേണ്ടി ക്യാപ്റ്റൻ ഭുവനേശ്വർ കുമാറും വിപ്രജ് നിഗവും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ റിങ്കു സിംഗും വിപ്രജ് നിഗവും കൈകോർത്തതോടെയാണ് UP വിജയത്തിലേക്ക് കുതിച്ചത്. 18 പന്തുകളിൽ 48 റൺസ് ഈ സഖ്യം അടിച്ചുകൂട്ടി. എട്ടാമനായി ബാറ്റിംഗിനിറങ്ങിയ വിപ്രജ് 8 പന്തുകൾ മാത്രം നേരിട്ട് 27 റൺസാണ് നേടിയത്. 2 സിക്സും 3 ഫോറുകളുമാണ് ഇന്ത്യൻ താരം റിങ്കു സിംഗിനെ സാക്ഷിയാക്കി വിപ്രജ് ബൗണ്ടറി കടത്തിയത്. അവസാന 18 പന്തിൽ 26 റൺസ് വേണ്ടപ്പോൾ 17ാം ഓവറിൽ ഇരുവരും ചേർന്നടിച്ചത് 22 റൺസായിരുന്നു. 20 വയസ്സുകാരനായ വിപ്രജിനെ IPL മെഗാലേലത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങിയിരുന്നു. ഡൽഹിക്ക് പുറമെ മുംബൈ ഇന്ത്യൻസ് മാത്രമായിരുന്നു ഓൾറൗണ്ടറെ സ്വന്തമാക്കാൻ ലേലത്തിൽ ബിഡ് ചെയ്തത്. 22 പന്തിൽ 27 റൺസ് എടുത്ത റിങ്കു സിംഗും പുറത്താകാതെ നിന്നു. 31 പന്തിൽ 48 റൺസ് എടുത്ത് പുറത്തായ കരൺ ശർമ്മയാണ് UPയുടെ ടോപ്പ് സ്കോറർ.